രുചിയോണത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മധുരപ്രിയർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സദ്യയിലെ ഒരു വിഭവമാണ്. ചിലയിടത്ത് ഇതിന് മധുരക്കറി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കിച്ചടിയാണ്. ഫസ്റ്റ് നമ്മൾ പൈനാപ്പിൾ വേവിച്ചിട്ട് എങ്ങനെ വെറുതെ വേവിച്ചോ? അല്ലല്ല, പഞ്ചസാരയും കറിവേപ്പിലയും കൂടി ചേർത്ത് പച്ചമുളക് ഉണ്ടല്ലേ? അപ്പൊ പഞ്ചസാരയും കറിവേപ്പിലും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത പൈനാപ്പിൾ അതുപോലെ തന്നെ മാഷ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, വേവിച്ചെടുത്ത് കുറച്ച് മാഷ് ചെയ്യുക. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ തേങ്ങ അരച്ചത്, പച്ച തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായ അങ്ങോട്ട് ആലപ്പുഴ എറണാകുളം അങ്ങോട്ട് മധുരക്കറി എന്ന് പറയും. ഗ്രേപ്സ് ഒക്കെ ചേർത്തിട്ട് ഞാൻ കോട്ടയം കറിയാ, ഞങ്ങളുടെ അവിടെ മധുരക്കറിയാ. അതെ, പുളിയുള്ള തൈരാണ്. അതെ, ചെറു പുളിയുള്ള, വളരെ സിമ്പിൾ ആണ്. ഇത്രയും റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ കുറച്ച് മധുരം പഞ്ചസാര ആവശ്യത്തിന് നമ്മൾ ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അല്ലേ? സദ്യയില് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്ലേവേഴ്സ് മിക്സ് ആവുന്ന ഒരു കറി ആയിരിക്കും. 2 മിനിറ്റ് 3 മിനിറ്റ് മതിയല്ലേ പച്ചടി റെഡി ആവാൻ? അത് മാത്രമല്ല, സദ്യയില് നമ്മുടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത അച്ചാറൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇതെല്ലാം തൊട്ടുകറി എന്ന് പറയും. ഇതെല്ലാം തൊട്ടുകറികളാണ്. പിന്നെ കൂട്ടുകറികളാണ് അവിയല്, എരിശ്ശേരി, അതെല്ലാം കൂട്ടുകറികളാണ്. അപ്പൊ ഇതൊക്കെ തൊട്ട് കൂട്ടാനുള്ളതാണ്. 28 വിഭവങ്ങൾ സദ്യയില്. അപ്പൊ നമുക്കിത് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നാവിൽ കൊത്തി ഊറുന്ന പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് ആ ഓണസദ്യനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തവണ വളരെ എളുപ്പത്തിൽ നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം. നല്ല വാസനയൊക്കെ വരുന്നുണ്ട് പൈനാപ്പിളിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഇത് ട്രൈ ചെയ്യും.